ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ബൈബിളിൽ പലതവണ ദൈവവചനത്തെ ഇരുവായ്ത്തലയുള്ള വാളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എബ്രായരുടെ പുസ്തകം 4:12 ദൈവവചനത്തെ ഇങ്ങനെ വിവരിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ദേഹിയെ ആത്മാവിൽ നിന്നും സന്ധികളെ മജ്ജകളിൽ നിന്നും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. നിർമ്മിച്ച ഒരു വാളിനും ദൈവവചനത്തെക്കാൾ മൂർച്ചയുണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പുരാതന കാലത്ത് റോമക്കാർ ഇരുവായ്ത്തലയുള്ള വാൾ ഒരു ശക്തമായ ആക്രമണ ആയുധമായിട്ടാണ് ഉപയോഗിച്ചത്. ഒരു വാളിൻ്റെ പ്രധാന ധർമ്മം ആക്രമണവും പ്രതിരോധവുമാണ്. അത് ശത്രുവിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നു, നമുക്ക് പ്രതിരോധത്തിൻ്റെ ആവരണം നൽകുന്നു. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇരുവായ്ത്തലയുള്ള വാളിൻ്റെ ഇരുവശത്തു നിന്നും കേടുപാടുകൾ വരുത്താൻ കഴിയും. അതിനാൽ തന്നെ അത് കൂടുതൽ ശക്തമാണ്. നാം അത് ഉപയോഗിക്കുമ്പോൾ ഒരു മൂർച്ചയുള്ള അറ്റം നമ്മുടെ നേരെ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ നാശനഷ്ടം ശത്രുവിന് നേരെ മാത്രമല്ല നമ്മുടെ നേരെയും കാണിക്കുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നല്ലതോ ചീത്തയോ ആയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ദൈവവചനത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ കാതലിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. നന്മയിൽ നിന്നും തിന്മയെയും വിശുദ്ധിയിൽ നിന്നും പാപത്തെയും സത്യത്തിൽ നിന്ന് അസത്യത്തെയും വേർതിരിക്കുന്നു. ശത്രുവിന് അത് അപായകരമാണ്. ഈ വാളിന് കൂടുതൽ വേഗത്തിലും ആഴത്തിലും കുത്താനും കൂടുതൽ എളുപ്പത്തിൽ മുറിക്കാനും വേർപെടുത്താനും കഴിയും. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും കെണികളെയും വേർപെടുത്താൻ കഴിയുന്ന ആത്മീയ യുദ്ധത്തിനുള്ള ഒരു ഉപകരണമാണിത്. ദൈവവചനമാകുന്ന വാൾ ശത്രുവിനെതിരെ, അതായത് ലോകം, ജഡം, പിശാച് ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രയോഗിക്കുന്നു. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കും ആത്മീയ ജാഗ്രതയുണ്ടായിരിക്കണം. അവിശ്വാസിയെ കുറ്റം വിധിക്കുന്നതിനൊപ്പം വിശ്വാസിയെയും അത് കുറ്റം വിധിക്കുന്നു. അത് മറ്റൊരുവന് നേരെ ചൂണ്ടുമ്പോൾ തനിക്ക് നേരെയും അതിൻ്റെ ഒരു മുനയുണ്ടെന്ന് ഓർക്കണം. നമുക്ക് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ദൈവവചനം വളച്ചൊടിക്കരുത്. നാം ജാഗ്രത പാലിക്കണം. തിരുവെഴുത്ത് പങ്കിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണിത്. സ്നേഹത്തോടെ, ശ്രദ്ധയോടെ, വിശ്വസ്തയോടെയാണ് നാം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ വാളുകൾ പിന്നോട്ട് ചാടി അതുപയോഗിക്കുന്ന വ്യക്തിയെ വെട്ടിവീഴ്ത്താനിടയുണ്ട്. സങ്കീർത്തനം 149:6 അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വെളിപാട് 1:16 യേശുവിൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നുവെന്ന് പറയുന്നു. വെളിപാട് 2:12 യേശുവിനെ മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള എന്ന് പറയുന്നുണ്ട്. വചനം ദൈവമാണ്, ക്രിസ്തു വചനമാണ്. ദൈവവചനം ശത്രുവിന് നേരെയും നമ്മുടെ നേരെയും പ്രയോഗിക്കാനുള്ള ആയുധമെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാൻ ഏവർക്കും ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.